നിങ്ങൾക്കൊക്കെ ഈ സെന്റർ എന്നറിയാവോ എന്താ സാധനം? അവിടെ പോയി കഴിഞ്ഞാലോ അവരാ ജാട സഹിക്കണം, അവര് ചെയ്തു തരുമ്പോൾ നമ്മൾ അത് നോക്കിയിരിക്കണം, സഹിക്കണം. അവര് എത്ര നേരം വെയിറ്റ് ചെയ്താലും വെയിറ്റ് ചെയ്യിപ്പിച്ചാലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? പക്ഷെ അത് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ ഈ 2 ദിവസം മുന്നേ ഞാൻ ഈ സെന്ററിൽ പോയാർന്നേ. അപ്പം അവര് എപ്പോ നോക്കിയാലും എങ്ങനെ പറയാ, ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിക്കാണ് നമ്മളോട് ഇടപഴകലും പെരുമാറുന്നതൊക്കെ. ഞാൻ 1 വട്ടം നോക്കി, 2 വട്ടം നോക്കി, 3 വട്ടം നോക്കി. റെസ്പെക്ട് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. കാരണം ഞാൻ ഒരു 3 വട്ടം പോയപ്പോഴും ഇവർ എന്നെ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് തിരക്കില്ലെങ്കിൽ പോലും ഹാഫ് ആൻ അവർ അവർ വെയിറ്റ് ചെയ്യിപ്പിക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് 2 ദിവസം മുന്നേ പോയത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ്. ആ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോയതിലും ഇവർ അവിടെ ആധാർ കാർഡ് ശരിയാക്കുന്നവരില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. എന്നിട്ട് അപ്പുറത്തെ ചേച്ചിനോട് പറയണം 5 മണി വരെ ഞാൻ അവിടെ ഇരുന്നിട്ടും 4:00 പോയി ഞാൻ 5 മണി വരെ അവിടെ ഇരുന്നിട്ട് അവർ പറയാണ് കേട്ടോ, എന്തിനാ ആ കുട്ടീനെ ഇരുത്തിയത്, ആ കുട്ടീനെ പറഞ്ഞു വിടാതില്ലേ, എല്ലാവരെയും പറഞ്ഞു വിട്ടില്ലേ, പിന്നെ ഇവരെന്തിനാ ഇരിക്കുന്നത്? വൈ ഐ ഡോണ്ട് നോ, എന്തിനാണ് അവർ അവിടെ ഇരിക്കുന്നത് എനിക്ക് അറിയില്ല. 5 മണിക്ക് അവർക്ക് പണി തീർത്തിട്ട് ഓടണം, അതാണ് സത്യം. അപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഡയറക്റ്റ് ആയിട്ട് വന്ന് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. കാരണം ഈ കൊടുവായൂരുള്ളവർക്ക് അറിയാൻ പറ്റും, ഹൈസ്കൂളിന്റെ നേരെ സൂപ്പർ മാർക്കറ്റിന്റെ സൈഡായിട്ട് ഒരു സെന്റർ ഉണ്ട്. അവിടെയാണ് ഇത് എപ്പോൾ പോയാലും നടക്കുന്നത്. വേറെ സെന്റേഴ്സിൽ പോകുമ്പോൾ അവർക്ക് ഇത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ബിക്കോസ് അവിടുത്തെ ചേച്ചിമാർക്ക് 2 കൊമ്പുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മേ ബി. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ സെന്റേഴ്സിൽ പോയിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അത്രയുള്ളൂ.